ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഖുർആൻ്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, 32-ാം അധ്യായം സൂറത്ത് സജദയുടെ 5 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ മുകളിൽ ഓതി കേൾപ്പിക്കപ്പെട്ടതുപോലെ 6 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ രാജാധിപത്യത്തെക്കുറിച്ചും ആകാശഭൂമികൾ അതിൻ്റെ ഇടയിലുള്ളതെല്ലാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച റബ്ബ് അർശിൽ ഉപവിഷ്ടനായി എന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് പുറമെ നിങ്ങൾക്കൊരു കൈകാര്യകർത്താവോ ശുപാർശകനോ ഇല്ല എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും, കാര്യങ്ങളുടെ നിയന്ത്രണം, ലോകത്തിൻ്റെ നിയന്ത്രണം ലോകരക്ഷിതാവായ അള്ളാഹു ആണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്നും എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും, ഈ ലോകത്ത് മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവയെല്ലാം വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെ മടക്കി, എവിടുന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നൊരവസ്ഥ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും എന്നതാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ആ പരലോകത്തിൻ്റെ ദൈർഘ്യം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ സമയം പോലെയല്ല. പല നിലയ്ക്കുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മറ്റു ഗ്രഹങ്ങളിൽ ഭൂമിയിലെ പോലെയല്ല 50,000 വർഷം ദൈർഘ്യമുള്ള ദിവസം ഇവിടെയാണ് 24 മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമെങ്കിൽ മറ്റു പല ഗ്രഹങ്ങളിലും അതുപോലെയല്ല, അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ആ നിലക്കൊക്കെയുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ദൈർഘ്യമുള്ള, ഇത്രയും മനുഷ്യരുടെ വിചാരണകൾ നടക്കുന്ന ഒരു ലോകത്തെ അള്ളാഹു അതിൻ്റെ ഗൗരവത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 6-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും വിശദീകരിക്കുന്ന കാര്യം ദാലിക ആലിമുൽ ഗൈബി വശഹാദ അൽ അസീസുർ റഹീം എന്നാണ്. ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൂടെ പറയുന്ന കാര്യം, ദാലിക അവൻ, ആലിമുൽ ഗൈബി അദൃശ്യം അറിയുന്നവനാണ്, വശഹാദ ദൃശ്യവും അറിയുന്നവനാണ്, അൽ അസീസ് അള്ളാഹു പ്രതാപശാലിയാണ്, അർ റഹീം അള്ളാഹു കരുണാനിധിയുമാണ്. ദാലിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മുകളിൽ പരാമർശിപ്പിക്കപ്പെട്ട ആ റബ്ബ്, ആ അള്ളാഹു ആലിമുൽ ഗൈബ്, എല്ലാ കാര്യങ്ങളും അദൃശ്യമായ ഗൈബിയായ വിഷയങ്ങളെല്ലാം അറിയുന്നവനാണ്. വശഹാദ ദൃശ്യമായ കാര്യങ്ങളും അറിയുന്നതാണ്. അൽ അസീസ് അവൻ അജയ്യനാണ്, പ്രതാപശാലിയാണ്. അർ റഹീം അത് മാത്രമല്ല, അവൻ അങ്ങേയറ്റം കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുമെന്നും അതുപോലെ തന്നെ അള്ളാഹു വിചാരണ ചെയ്യുമെന്നും പരലോകത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കണമെങ്കിൽ ആ അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം അത്രയും ദൈർഘ്യമുള്ള പരലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ ആ അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന പ്രതാപശാലിയും അതുമാത്രമല്ല മനുഷ്യരോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യവാനുമാണ് എന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് അള്ളാഹു 2 കാര്യങ്ങൾ പ്രധാനമായും ഓർമ്മപ്പെടുത്തിയത്. പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം, മുൻവചനങ്ങളിൽ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇതൊക്കെ നടപ്പാക്കാൻ യാതൊരു പ്രയാസവുമില്ല.
അതുപോലെ എല്ലാം കയറിപ്പോകുന്നതും എങ്ങനെയാണെന്ന് ചിന്തിച്ചേക്കാം. കാരണം അള്ളാഹുവിനാണ് അതെല്ലാം അറിയുന്നത്. ദാലിക ആലിമുൽ ഗൈബ്, അദൃശ്യമായ നമ്മളുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നാണ് അള്ളാഹു ഇതിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഗൈബിയായ വിഷയം പലതും നമുക്കറിയില്ല. അഷഹാദ എന്ന് പറഞ്ഞാൽ ദൃശ്യമായ കാര്യങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചിലത് മാത്രമാണ് അറിയുന്നത്. എന്നാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അറിയുന്നവൻ അൽ അസീസുർ റഹീമായ പരമകാരുണ്യകനും അജയ്യനുമായ അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ഏറ്റവും പ്രധാനമായും പഠിപ്പിക്കുന്ന കാര്യം. അദൃശ്യമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് സമ്പൂർണവും പരിപൂർണവുമാണ്. ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ അറിവിലുള്ളതാണ്. ഒരു ഇല, ലോകത്ത് കോടാനകോടി മനുഷ്യർ, കോടാനകോടി സൃഷ്ടിജാലങ്ങൾ, ജീവജാലങ്ങൾ, കോടാനകോടി മരങ്ങൾ, അതിലേതെങ്കിലും ഒരു കോണിലെ ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീണാൽ അത് അള്ളാഹുവിൻ്റെ അറിവല്ലാതെ അതും സംഭവിക്കുന്നില്ല. എല്ലാം അള്ളാഹു അറിയുന്നു. മറഞ്ഞതും പുറത്തുള്ളതും ഒരുപോലെ അള്ളാഹുവിന് വ്യക്തമാണ് എന്നതാണ് ഗൈബറിയും എന്ന് പറഞ്ഞതിൻ്റെ ആശയം. മനുഷ്യർക്ക് പലതും മറച്ചു വെക്കാം, പക്ഷെ അള്ളാഹുവിൽ നിന്ന് ആർക്കും ഒന്നും മറയ്ക്കാൻ കഴിയില്ല. നമ്മൾ മറച്ചു വെച്ചത് നമ്മുടെ കൂടെയുള്ള പലരും അറിഞ്ഞു എന്ന് വരില്ല, പക്ഷേ അതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഈ ലോകത്ത് മറയ്ക്കാൻ ആർക്കും ഒന്നും കഴിയില്ല. അള്ളാഹുവിൻ്റെ അറിവ് കാലപരിധികളിൽ ബന്ധിക്കപ്പെട്ട ഒന്നല്ല. കഴിഞ്ഞത് എന്ന ഒന്ന് അള്ളാഹുവിനില്ല. പൂർണ്ണമായും കഴിഞ്ഞതും വരാനുള്ളതും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ളത് അള്ളാഹു അറിയുന്നു, ഇനി നാളെ നടക്കാനുള്ളത് അള്ളാഹു അറിയുന്നു, വരാനിരിക്കുന്നതായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നു. അവൻ അറിയാൻ വേണ്ടി ഒന്നിനെയും കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അറിവ്, അതിൻ്റെ സ്വഭാവം, അള്ളാഹുവിൻ്റെ അറിവ് മനുഷ്യരുടെ പോലെ സമ്പാദിക്കപ്പെടുന്ന ഒരറിവല്ല, മറിച്ച് അള്ളാഹു പഠിച്ച് അറിവ് നേടുന്ന കാര്യങ്ങളല്ല. മറക്കുന്ന ഒരു കാര്യവും അള്ളാഹുവിൻ്റെ അറിവിലില്ല. അതിലൊരു സംശയത്തിനിടയില്ല. തെറ്റുകൾ അതിൽ സംഭവിക്കുന്നില്ല. അതിൽ യാതൊരു നിലയ്ക്കുള്ള അനിശ്ചിതത്വവും സംഭവിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിന് അറിയുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് അറിയും തോറും കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂർണ്ണമാണ്. അത് കുറഞ്ഞ് അറിഞ്ഞ് പിന്നെ പഠിച്ച് കൂടുതൽ അറിവിലേക്ക് അങ്ങനെ പോകുന്നൊരു രീതിയില്ല. അറിവിൻ്റെ വ്യാപ്തി, അറിവിൽ ഉൾക്കൊള്ളുന്നത് സൃഷ്ടിക്കപ്പെട്ട എല്ലാം, ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ, വലിയ കാര്യങ്ങളാകട്ടെ, ഏറ്റവും ചെറുതെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞ് ഒപ്പിക്കാൻ കഴിയില്ല. മറിച്ച് എല്ലാം അള്ളാഹുവിനറിയാത്തതായി ഒന്നുമില്ല. സംഭവങ്ങൾ, ഓരോ സംഭവങ്ങൾ എപ്പോൾ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു എന്നതുവരെ, അവസ്ഥകൾ, മനുഷ്യൻ്റെ പുറം പ്രവൃത്തികൾ, മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങൾ, അവൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ, നടന്നത് മാത്രമല്ല എന്ത് നടക്കാനിരിക്കുന്നു എന്ന സാധ്യതകളും അവൻ്റെ അറിവിൽപ്പെട്ടതാണ്. അദൃശ്യത്തിൻ്റെ ഗൈബ്, പല തലങ്ങൾ അദൃശ്യമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂർണ്ണമായ ദൃശ്യങ്ങൾ, അന്ത്യദിനം, ഖിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക, ഖദർ, വിധിയുടെ മുഴുവൻ വിശദാംശങ്ങൾ, മരണത്തിൻ്റെ കൃത്യസമയം, എവിടെ വെച്ചത് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അങ്ങനെ തുടങ്ങി അതാർക്കും മനുഷ്യർക്കൊന്നും അറിയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ മാത്രം അറിവാണ്, അദൃശ്യമായതാണ്. ഒരാളുടെ മനസ്സ്, ഭാവി സംഭവങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. ചില ആളുകൾ പ്രവചനങ്ങളായി പലതും പറഞ്ഞേക്കാം, പക്ഷേ അതൊന്നും നടന്നുകൊള്ളണമെന്നില്ല, അതൊന്നും നടക്കുകയില്ല. അള്ളാഹുവിന് മാത്രമാണ് അതെല്ലാം അറിയുന്നത്. പൂർണ്ണമായും ഉറപ്പോടുകൂടി അള്ളാഹുവിന് മാത്രമാണ് എല്ലാം അറിയുന്നത്. അറിവ് രേഖപ്പെടുത്തുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിൽ എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഗൈബിയായ, അള്ളാഹുവിൻ്റെ ആലിമുൽ ഗൈബ് എന്ന ആ പ്രയോഗം, അതിൻ്റെ ആശയം ഒരു വിശ്വാസി മനസ്സിലാക്കുന്നതോടുകൂടി ആ റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടവനാണെന്നും അള്ളാഹു അജയ്യനാണെന്നും പ്രതാപശാലിയാണെന്നും എന്നാൽ അതിനപ്പുറത്ത് അള്ളാഹു കാരുണ്യമുള്ളവനാണെന്നും ഉള്ള വലിയ ഒരാശയമാണ് ഈ ആയത്തിലൂടെ ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര തെറ്റ് ചെയ്താലും, പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു അതെല്ലാം പുറത്തു തരുന്ന, എല്ലാവർക്കും
എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുന്ന കാരുണ്യവാനും കരുണാനിധിയുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന വലിയ ഒരാശയമാണ് ആ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പ്രധാനമായും നമ്മളെ പഠിപ്പിക്കുന്നതായി സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല 7-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ എന്നാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അതായത് താൻ സൃഷ്ടിച്ച് എല്ലാ വസ്തുക്കളെയും നന്നാക്കി ഉണ്ടാക്കിയവൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലദി, അതായത് ഏതൊരുവനാണ്, അഹ്സന അവൻ നന്നാക്കി, ഏറ്റവും നന്നായി ഉണ്ടാക്കി, കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളെയും, ഖലഖഹു അവൻ സൃഷ്ടിച്ചതായ, വബദഅ അവൻ ആരംഭിച്ചു, ഖലഖൽ ഇൻസാനി മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, മിൻ തീൻ കളിമണ്ണിൽ നിന്ന് അല്ലാഹു ആരംഭിച്ചു എന്ന് അല്ലാഹു 7-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള വചനങ്ങളിലൊക്കെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പരലോകത്തെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. പരലോകത്ത് അത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ആദ്യം മനുഷ്യ സൃഷ്ടിപ്പ് നടക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, മുഴുവൻ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ തൊട്ടടുത്ത വചനങ്ങളിലുമൊക്കെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്ന കാര്യം അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു എന്നാണ്. അഥവാ 7-ാമത്തെ വചനത്തിലെ ആദ്യ വാക്യത്തിൽ ഖലഖഹു എന്നതിൻ്റെ സ്ഥാനത്ത് ഖൽഖഹു എന്നും വായനയുണ്ട് എന്ന് മനുമൗലവി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖൽഖഹു എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിനെയും അതിൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി ഉണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിലാണ്. ഖലഖഹു എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും നന്നായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ഏതാണെങ്കിലും ആശയം ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം ഏറ്റവും നന്നായി സൃഷ്ടിച്ചവൻ, എല്ലാ സൃഷ്ടിയുടെയും ലക്ഷ്യവും ഒക്കെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും സുന്ദരമായ, അതാണ് അഹ്സന. അഹ്സന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലാഹു സുബ്ഹാനഹു തആല, ആ സൃഷ്ടിപ്പിൻ്റെ തുടക്കം കളിമണ്ണിൽ നിന്നാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നന്നായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീര സൗന്ദര്യം മാത്രമല്ല. പലർക്കും ഏറ്റവും അഹ്സനായിട്ട് അല്ലാഹു സൃഷ്ടിച്ചു, അഹ്സൻ എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്നത് ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രമാണെന്നാണ്. ആ ഒരു ധാരണ തെറ്റാണ്. മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ രൂപത്തിലുള്ള സൃഷ്ടിയാണ് മറ്റ് സൃഷ്ടിജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ. അത് അവൻ്റെ എല്ലാം ആന്തരികവും ബാഹ്യവുമായ എല്ലാ രൂപത്തിലും അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ അഹ്സൻ എന്ന രൂപം ഉൾക്കൊള്ളുന്നത് ശരീരഘടന, അതുപോലെ അവൻ്റെ ബുദ്ധി, നന്മദോഷം തിരിച്ചറിയാനുള്ള അവൻ്റെ കഴിവ്, അതുപോലെ തന്നെ സ്വതന്ത്ര തീരുമാനശേഷി, ഫ്രീ വില്ല്, മൃഗങ്ങൾക്ക് ഇതെല്ലാം അല്ലാഹു മനുഷ്യന് നൽകുന്ന പ്രത്യേകമായ ഒരു പ്രത്യേകതയാണ്, അനുഗ്രഹമാണ്. മൃഗങ്ങൾക്കും ശക്തിയുണ്ട്, പക്ഷേ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്ക് സ്വതന്ത്ര തീരുമാനശേഷി അവർക്കില്ല, നന്മദോഷം തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല. മനുഷ്യനെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേട്ടയാടുക, ഭക്ഷിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ. മനുഷ്യനാണെന്നെങ്കിൽ ഇരുകാലികളായ മനുഷ്യൻ അല്ലാഹു നൽകിയ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയെ സ്വീകരിക്കുകയും തിന്മയും ഒഴിവാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ. അതിനുള്ള ബോധം നൽകിക്കൊണ്ടാണ് അല്ലാഹു മനുഷ്യനെ ഈ ലോകത്ത് ഏറ്റവും നന്നായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം മണ്ണ് എന്നത് വെറും ഒരു ഭൗതികമായ, അതിലൊരു സൂചന കൂടിയാണ്. മനുഷ്യൻ്റെ വിനയം, ഒരു താഴ്മ, അതൊക്കെ ഉണ്ടാകണം. ഇന്ന് എത്രയൊക്കെ അഹങ്കരിച്ചാലും, എത്ര സൗന്ദര്യത്തിലോടുകൂടി ഏതൊക്കെ ക്രീമുകളിട്ട് മുഖമൊക്കെ മിനുക്കി നടന്നാലും, ഏതൊക്കെ തരത്തിലുള്ള എത്ര വലിയ വസ്ത്രങ്ങൾ ധരിച്ച് നടന്നാലും, എത്ര പുകമോടിയിൽ അഹങ്കരിച്ചും അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിച്ചും ദൂർത്ത് കാണിച്ചുമൊക്കെ നടന്നാലും അവൻ മനസ്സിലാക്കേണ്ടത് വെറും മണ്ണ്, കളിമണ്ണിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു ചിന്തയും കൂടി അവനെ ഉണ്ടാക്കിയെടുക്കുവാനാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹ്സൻ തഖ്വീം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും ഉന്നത നിലയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. എന്നാൽ അവൻ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീഴാനും കഴിയും എന്ന ചിന്ത
അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഏറ്റവും മികച്ച രൂപത്തിൽ അതാണ് അള്ളാഹു അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നിലക്കാണ് അവനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ഉയർച്ചയും മനുഷ്യൻ്റെ താഴ്ചയും എല്ലാം അവൻ്റെ ഈമാൻ, അവൻ്റെ നന്മ, അവൻ്റെ സത്യസന്ധത ജീവിതത്തിലെ മനുഷ്യൻ മാലാഖകളേക്കാൾ ഉയരാം. എന്നാൽ താഴ്ചയിൽ പാപവും അഹങ്കാരവും അനീതികളും വന്നുകൊണ്ട് മനുഷ്യൻ മൃഗങ്ങളേക്കാൾ താഴെ പോകാനും സാധിക്കും എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൽഹും അളല്ല്, അല്ലേ, മൃഗങ്ങളെപ്പോലെയാണ്, ഉലായിക കൽ അൻആം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുകയും ചെയ്യും. ഏറ്റവും നന്നായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ നിലയ്ക്ക് പോകുന്നൊരവസ്ഥയും ഉണ്ടാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഏതൊരു ദിശയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു സാധാരണ തെറ്റിദ്ധാരണ ചിലർ കരുതുന്ന ഒരു കാര്യം, ഞാൻ മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് മികച്ചവൻ എന്ന ഒരു അഹങ്കാരത്തിൻ്റെ തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. മികച്ച രൂപത്തിൽ സൃഷ്ടിച്ചു, എല്ലായ്പ്പോഴും മികച്ചവനാണ്, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതൊരു അവകാശവാദം മാത്രമാകരുത്. മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന കഴിവുകളോടെ രൂപകൽപ്പന ചെയ്തവനാണ്, അതുകൊണ്ട് ഉയരാനും താഴാനും കഴിവുള്ള ഏക സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനുഷ്യൻ്റെ മികച്ച രൂപം എന്ന് പറഞ്ഞ് അള്ളാഹു പഠിപ്പിച്ച കാര്യം ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാതെ മനസ്സും ആത്മാവും ചേർന്ന ഒരു സമഗ്രമായ ഒരു സൃഷ്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് വിനയാന്വിതനായി മാറാനാണ് നമ്മളതിൽ നിന്ന് സൃഷ്ടിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ വചനത്തിൽ തുടർന്ന് പറയാണ്, സുമ്മ ജഅൽനസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ എന്നാണ്. സുമ്മ ജഅല പിന്നീട് അവൻ ഉണ്ടാക്കി, നസ്ലഹു അവൻ്റെ സന്തതിയെ, മിൻ സുലാലത്തിൻ ഒരു സത്തിൽ നിന്ന്, മിൻ മാഇൻ വെള്ളത്തിൽ നിന്നുള്ള, മഹീൻ നിസ്സാരമായ ഒരു സത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് തെറിച്ചു വീർന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് ആര് കണ്ടാലും അറയ്ക്കുന്ന, അതുകൊണ്ടാണ് അത്തരം മഹീൻ എന്ന ഒരു പ്രയോഗം, നിസ്സാരമായ അതിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ അവനെ സന്തതിയെ നിസാരപ്പെട്ട ഒരുതരം വെള്ളമാകുന്ന സത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം കളിമണ്ണിൽ നിന്ന്, അഥവാ വെള്ളം കലർന്ന മണ്ണിൽ നിന്ന് മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉത്ഭവത്തെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് സന്തതികളാകട്ടെ മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഉത്ഭവിച്ച ഭക്ഷ്യവസ്തുക്കളാൽ ഉത്ഭൂതമായ കേവലം നിന്ദ്യവും നിസാരവുമായ ഇന്ദ്രിയമാകുന്ന ജലബീജത്തിൽ നിന്നാണ് ജന്മമെടുക്കുന്നത്. ബീജം വികസിച്ച് വളരുകയും ആവശ്യമായ അവയവങ്ങൾ സഹിതം മനുഷ്യൻ്റേതായ സ്വഭാവവും അവൻ്റെ പ്രകൃതിയും ധരിച്ചുകൊണ്ട് വെളിക്ക് വരികയും ചെയ്യുന്നു. മനുഷ്യരാൽ അപഗ്രഥനം ചെയ്യുവാനും യാഥാർത്ഥ്യം കണ്ടെത്തുവാനും സാധിക്കാത്ത അതിമഹത്തായ ഒരു ശക്തിവിശേഷം ആർജിച്ചുകൊണ്ടാണ് അവൻ വെളിയിലേക്ക് വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.